നാലാം ബ്രാഹ്മണം ഭാഷ്യം. കർമ്മണമപ്യേഷാം വശാനുഗത്വം ക്വചിത് സ്വസാമർത്ഥ്യസ്യ പ്രണോദ്യത്വാൻ കർമ്മകാല ദൈവദ്രവ്യാദി സ്വഭാവാനാം ഗുണപ്രധാനഭാവസ്തു അനിയതം ദുർവിന്യയശ്ചേതി പ്രകൃതോ മോഹോ ലോകസ്യ കർമ്മേവ കാരകം നാന്യത് ഫലപ്രാപ്തോ കേചിത് ദൈവമേവേത്യപരേ കാല ഇത്യേതി ദ്രവ്യാദി സ്വഭാവ ഇതി കേചിത് സർവ ഇതി സമ്മതായേവേത്യപരേ തത്ര കർമ്മണഃ പ്രാധാന്യം അംഗീകൃത്യ വേദസ്മൃതിവാദാഃ പുണ്യേ വൈ പുണ്യേന കർമ്മണ ഭവതി പാപഃ പാപേന ഇത്യാദയഃ. ഇവിടെ വിദ്യാഫലത്തിൽ ദേവതകൾ വിഘ്നത്തെ സൃഷ്ടിക്കും എന്ന് വന്നാൽ കർമ്മഫലത്തിനും ദേവതകൾ വിഘ്നത്തെ സൃഷ്ടിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കർമ്മത്തിൽ ആർക്കും വിശ്വാസം ഉണ്ടാകത്തില്ല. കർമ്മം വളരെ കഷ്ടപ്പെട്ട് ഇവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്ന വൈദിക കർമ്മങ്ങളാണ്. കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ദേവതകൾ അതിൽ വിഘ്നം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് കർമാനുഷ്ഠാനത്തിന് തയ്യാറാകും? അതിന് സിദ്ധാന്തി പറഞ്ഞു, കർമ്മം നിഷ്പന്നമാകുന്നതുവരെ കാരകങ്ങളെ അപേക്ഷിച്ചിട്ടാണ്. ആ കർമ്മകാരകങ്ങളിൽപ്പെടുന്നതാണ് ദേവതകളും. കർത്താവ്, കരണം, സമ്പ്രദാനം. ദേവതാ സമ്പ്രദാനമാണ്. ദൈവത്തെ ഉദ്ദേശിച്ച് അഭിസർപ്പിക്കുന്നു. അഭിസ സ്വീകരിക്കേണ്ട ആൾ ദേവതയാണ്. ആ ദേവതയില്ലെങ്കിൽ പിന്നെ കർമ്മമില്ല. കർത്താവില്ലെങ്കിൽ കർമ്മമില്ല. യാഗക്രിയ, കരണം, അതില്ലെങ്കിൽ കർമ്മമില്ല. ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് കർമ്മം. ഇത് പരസ്പരം അപേക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് കർമ്മം നിഷ്പന്നമാകുന്നത് ദേവതയെ ആശ്രയിച്ചിട്ടാണ്. അത് കർമ്മത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ദേവത കർമ്മത്തിന് വിഘ്നത്തെ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ ദേവത കർമ്മത്തെ ആശ്രയിക്കുന്നു. ഇനി ദേവത ഐശ്വര്യം, പ്രവൃത്തികൾ, അതിന് കർമ്മത്തിന് എവിടെയെങ്കിലും വിഘ്നം ഉണ്ടാക്കുന്നു എന്ന് കരുതിയാലും അതും കർമ്മത്തെ ആശ്രയിച്ചിട്ടായിരിക്കും.
അങ്ങനെ ദേവത ഈ കർമ്മത്തെ ആശ്രയിക്കും. ദേവതയുടെ ജന്മം തന്നെ കർമ്മത്തെ ആശ്രയിച്ചിട്ടാണ്. എന്താണ് ഫലത്തെ കൊടുക്കുന്നത്? ചെല്ലു പറയുന്നത് കർമ്മൈവ കാരകം നാണ്യം ഫലപ്രാപ്തവും. ഫലം കൊടുക്കുന്നത് കർമ്മം മാത്രമാണ്. മീമാംസകര് തന്നെ, പൂർവ്വമീമാംസകര്, പ്രാചീനരായിട്ടുള്ള മീമാംസകർ, ഇത് രണ്ടു കൂട്ടരുണ്ട്. നവ്യമീമാംസകരും പ്രാചീനന്മാരും. അവർ ഈശ്വരനെ പോലും അംഗീകരിക്കുന്നില്ല. കർമ്മം ഫലം കൊടുക്കുന്നതാണെങ്കിലും കർമ്മത്തിനുള്ള ശേഷിയുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു ഈശ്വരന്റെ ആവശ്യമുണ്ട്. കർമ്മം തന്നെ ഫലം കൊടുത്തോളൂ. ഇനി ഈശ്വരനാണ് ഫലം കൊടുക്കുന്നതെങ്കിൽ പിന്നെ കർമ്മത്തിന്റെ ആവശ്യമില്ലല്ലോ. കർമ്മം മതി, ഈശ്വരൻ വേണ്ട എന്നോ, അത് ഫലം കൊടുത്തോളൂ. ഈശ്വരൻ സൃഷ്ടിച്ചാണെന്ന് പറയേണ്ട, അത് അനാദിയാണ്. അനാദിയാകുമ്പോൾ സൃഷ്ടിക്കാരുടെ ആവശ്യമില്ല. അനാദിയായി തുടർന്നു വരുന്ന അനാദിയും അനന്തവുമാണ് സൃഷ്ടി. അതിന് ഒരു സൃഷ്ടികർത്താവിന്റെ ആവശ്യം എന്തെന്നാണ് അവർ ചോദിക്കുന്നത്. പിന്നെ ഈ സൃഷ്ടിയിലൊരു വ്യവസ്ഥ വേണം. ആ വ്യവസ്ഥയെ കർമ്മം ഉണ്ടാക്കിക്കോളും. പിന്നെ അന്യഫലപ്രാപ്തവും. അങ്ങനെ ചിലത് പറയുന്നു. ദൈവമേവ്യപരേ, ചിലത് പറയുന്നു എല്ലാം ദൈവമാണ്, അധിഷ്ഠമാണ്. ഉപാസകന്മാർ പറയുന്നു. അവർ പറയുന്നു എല്ലാം പുണ്യപാവങ്ങൾക്കനുസരിച്ച് നടക്കുന്നു. ചിലർ പറയുന്നു കാലയിത്തേക്ക്, കാലമാണെല്ലാം ഉണ്ടാക്കുന്നു, ഫലത്തെ ഉണ്ടാക്കുന്നു, ഫലത്തെ നശിപ്പിക്കുന്നു. അവർ പറയും കാലം അനുകൂലമല്ലെങ്കിൽ എല്ലാം പ്രതികൂലമായിരിക്കും. കാലം പ്രതികൂലമായാൽ ഒന്നും അനുകൂലമാകത്തില്ല. അതുകൊണ്ട് കാലത്തിനാണ് പ്രാധാന്യമെന്ന് ചിലർ ഉപാസകന്മാരെന്ന്. ജ്യോതിഷം മറ്റും പറയുന്നു ദ്രവ്യാദി സ്വഭാവവേദിക. ചരവകന്മാരും മറ്റും പറയുന്നത് അങ്ങനെയല്ല. ഇതൊക്കെ ഒരു വസ്തുവിന്റെ സ്വഭാവമാണ്. ഇവിടെ ഓരോ വസ്തുക്കളും അതാതിന്റെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഇതിനൊരു കാര്യകാരണ നിയമമൊന്നുമില്ല. കർമ്മമോ ദൈവമോ ഈശ്വരനോ ഒന്നും അങ്ങനെ പറയാനില്ല. എല്ലാത്തിനും അതിൻ്റെതായ സ്വഭാവമുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. സർവേദ സംഹതവീത്യപരേ. ഉപനിഷത്തിനെയും മറ്റും പ്രമാണമായി സ്വീകരിക്കുന്നവർ ഇതെല്ലാത്തിനും സ്വീകരിക്കുന്നു. ഇവിടെ കാലം ആവശ്യമുണ്ട്, കർമ്മം ആവശ്യമുണ്ട്, ഈശ്വരൻ ആവശ്യമുണ്ട്, പുണ്യപാപങ്ങൾ ആവശ്യമുണ്ട്, വസ്തുക്കളും ആവശ്യമുണ്ട്. ദ്രവ്യ സ്വഭാവത്തെ അപേക്ഷിക്കുന്നു. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് പറയുന്നു. അവരെല്ലാത്തിനെയും അംഗീകരിക്കുന്നവർ. ഇങ്ങനെ പല പക്ഷങ്ങളുള്ളപ്പോൾ തത്ര കർമ്മണ പ്രാധാന്യം അംഗീകൃത്യ വേദസ്മൃതിവാദാഹ. വേദം, ശ്രുതി, സ്മൃതി ഇതെല്ലാം പറയുന്നത് കർമ്മത്തിന്റെ പ്രാധാന്യമാണ്. കർമ്മണ പ്രാധാന്യം അംഗീകൃത്യ പുണ്യോ വൈ പുണ്യേന കർമ്മണ ഭവതി പാപഹ പാപേന ഇത്യാദി. ഒരു ജീവന്റെ ദൃഷ്ടിയിൽ പ്രാധാന്യം കർമ്മത്തിന് തന്നെയാണ്. കർമ്മത്തിനോളം പ്രാധാന്യം മറ്റൊന്നിനില്ല. കർമ്മത്തിനനുസരിച്ച് ജന്മം. അവിടെ പുണ്യവൈ പുണ്യേന കർമ്മണ ഭൗതി പാപഹ പാപേന. പുണ്യ കർമ്മം കൊണ്ട് പുണ്യജന്മം, പാപകർമ്മം കൊണ്ട് പാപജന്മം. ബ്രഹ്മസൂത്രത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കർമ്മങ്ങളുടെ പ്രാധാന്യം. സൃഷ്ടി ഇങ്ങനെ വിചിത്രമായിരിക്കുന്നു. ചിലർ സുഖിയായിരിക്കുന്നു, ചിലർ ദുഃഖിയായിരിക്കുന്നു.
സൃഷ്ടിച്ചത് ഒരാളാണ്, ഒരു ഈശ്വരനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. ഈശ്വരന് പക്ഷപാതം ഉണ്ടെന്ന് പറയേണ്ടി വരും. എന്തിനും കുറച്ചുപേരെ സുഖികളായിട്ടും കുറച്ചുപേരെ ദുഃഖികളായിട്ടും എന്തിനു സൃഷ്ടിച്ചു? ഹിംസിക്കാൻ കുറച്ചുപേര്, ഹിംസിക്കപ്പെടാൻ കുറച്ചുപേര്. പ്രപഞ്ചം അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഈശ്വരനാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ആ ഈശ്വരൻ നിഷ്പക്ഷനല്ല. കൊല്ലുന്നവന് ആനന്ദം, മരിക്കുന്നവന് ദുഃഖം. ഇതിന് രണ്ടിനും ഈശ്വരനല്ലേ ഉത്തരവാദിത്വം. അവിടെ നിഷ്പക്ഷനായ ഒരു ഈശ്വരനെ സ്വീകരിക്കാൻ ഒക്കത്തില്ല. എന്നാൽ ഈശ്വരനാണ് സൃഷ്ടികർത്താവെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ദോഷത്തിന് സമാധാനം പറയേണ്ടി വരും. എന്തിന് ഈശ്വരൻ ഇങ്ങനെയുള്ള സമത്വമില്ലാത്ത ലോകത്തെ സൃഷ്ടിച്ചു? ഈശ്വരൻ ആനന്ദസ്വരൂപൻ എന്നാണ് പറയുന്നത്. കാരണത്തിനനുസരിച്ചായിരിക്കണം കാര്യം. സൃഷ്ടിയും ആനന്ദരൂപമായിരിക്കണം. പക്ഷെ സൃഷ്ടി അങ്ങനെയല്ല. എല്ലാ ജീവന്മാരും അനുഭവിക്കുന്ന ദുഃഖമാണ്. അതുകൊണ്ടാണ് അവൻ മോക്ഷത്തെ തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ ആനന്ദരൂപനാണെങ്കിൽ സൃഷ്ടി ദുഃഖരൂപമാകാൻ പാടില്ല. പക്ഷെ ഇതിങ്ങനെ കാണുന്നു. എന്തുകൊണ്ട്? അവിടെ ഈ സിദ്ധാന്തി അദ്വൈതി പറയുന്നത് കർമ്മത്തെ തന്നെ. അവിടെ ലോകദൃഷ്ടിയിൽ പ്രാധാന്യം കർമ്മത്തിന് തന്നെയാണ്. ഈശ്വരൻ സൃഷ്ടിക്കുന്നത് പ്രാണി കർമ്മവശ. പ്രാണികളുടെ കർമ്മത്തിനനുസരിച്ച് ഈശ്വരൻ സൃഷ്ടിക്കാൻ പറ്റും. അതിനാശ്രയിക്കാതെ തികച്ച സ്വതന്ത്രനായി ഈശ്വരൻ സൃഷ്ടിച്ചാൽ ഈ ദോഷങ്ങളെല്ലാം ഈശ്വരന് വരും. പുണ്യം ഉള്ളവന് അതിനനുസരിച്ച് ഉള്ള ഫലത്തെ കൊടുക്കുന്നു ഈശ്വരൻ. പാപയ്ക്ക് അതിനനുസരിച്ചുള്ള ഫലത്തെ കൊടുക്കുന്നു. അതിനുവേണ്ടി സൃഷ്ടിയെ ഇങ്ങനെ സജ്ജീകരിച്ചിരിക്കുകയാണ്. അപ്പൊ സുഖദുഃഖങ്ങളനുസരിച്ച് ജീവൻ അനുഭവിക്കുന്നത് പുണ്യപാപങ്ങൾക്കനുസരിച്ച്. അത് ജീവന്റെ കർമ്മഫലമാണ്. ആ കർമ്മഫലത്തെ വ്യവസ്ഥ ചെയ്യുന്ന ആളാണ് ഈശ്വരൻ. ഈശ്വരന്റെ വ്യവസ്ഥ അനുസരിച്ച് കർമ്മവും ഫലവും സംഭവിക്കുന്നു. അപ്പൊ തന്റെ നിയമത്തിന് വിധേയമായി ഈശ്വരൻ സൃഷ്ടിക്കുന്നു. അവിടെ സൃഷ്ടിയിൽ പ്രാധാന്യം ആ കർമ്മത്തിന് തന്നെയാണ്. അപ്പൊ ഈശ്വരന് അസ്വാതന്ത്ര്യം വരത്തില്ല. ഈശ്വരൻ കർമ്മത്തിന് അധീനനായി കർമ്മത്തിന് വിധേയനായി സൃഷ്ടിക്കേണ്ടി വരുന്നു. അപ്പൊ ഈശ്വരനെ സ്വാധീനിക്കുന്ന, ഈശ്വരനെ നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തി അംഗീകരിക്കേണ്ടി വരത്തില്ലേ കർമ്മത്തെ? അങ്ങനൊരു ദോഷം. എന്തുകൊണ്ട്? അത് ഈശ്വരന്റെ തന്നെ വ്യവസ്ഥയാണ് കർമ്മം. താൻ ചെയ്ത വ്യവസ്ഥയെ താൻ ലംഘിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കർമ്മം, ജഗത്ത്, സൃഷ്ടി സർവ്വ ഈശ്വരാധീനമാണെങ്കിലും സൃഷ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ പ്രാധാന്യം കർമ്മത്തിന് തന്നെയാണ്. അതുകൊണ്ട് ആ ജീവദൃഷ്ടിയിൽ കർമ്മത്തിന് പ്രാധാന്യം വന്നതുകൊണ്ട് ഈശ്വരനവിടെ നിരപരാധിയാണ്. ഈശ്വരന് വൈഷമ്യ നൈഖണ്യങ്ങളൊന്നുമില്ല. ഈശ്വരന് ക്രൂരതയില്ല. ഈശ്വരന് അസമത്വമില്ല. ഇത് ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെയും കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. യദ്യപേഷാം സ്വവിഷയ കസ്യചിത് പ്രാധാന്യോദ്ഭവ വിദേശാം തത്കാലീന പ്രാധാന്യ ശക്തിസ്തംഭ തഥാപി കർമ്മണ ഫലപ്രാപ്തി പ്രത്യനേകാന്തികത്വം. അല്ല, ചില സ്ഥലത്ത് പറയാറുണ്ടല്ലോ, അവന് വളരെ കടുത്ത പ്രാരബ്ധ ദോഷങ്ങളുണ്ടായിരുന്നിട്ടും ഈശ്വര ആരാധന കൊണ്ട് അതെല്ലാം മാറി എന്ന് ചില സ്ഥലത്ത് പറയും. ഈശ്വരനെ മാറ്റി.
അവിടെ ഈശ്വരന് പ്രാധാന്യം വരുന്നു. മറിച്ചും പറയും, അവന് ഈശ്വര അനുഗ്രഹം ഉണ്ടായിട്ടുകൂടി അവന്റെ പാപം അത്രയും കടുത്തതായിരുന്നു, അവന് ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. ഒരുപാട് ഈശ്വരോപാസനയൊക്കെ ചെയ്യുന്നവരും ദുഃഖം അനുഭവിക്കുന്നു. ദുഃഖം പാപഫലമാണ്. ഈശ്വരോപാസന കൊണ്ട് പുണ്യവൃദ്ധിയാണ് ഉണ്ടാകേണ്ടത്. ഈശ്വരോപാസന ചെയ്യുന്നവൻ എന്തുകൊണ്ട് ദുഃഖം അനുഭവിക്കുന്നു? അവിടെ പറയും അവന്റെ ദുഃഖം അത്രയും കടുത്തതാണ്, അവന്റെ പാപത്തിന്റെ ബലം കൂടുതലാണ്. അവിടെ എന്തു വരുന്നു? കർമ്മത്തിന് പ്രാധാന്യം വരുന്നു. ഇത് രണ്ടും ലോകത്ത് കാണാറുള്ളതാണ്. അല്ലെങ്കിൽ ഈശ്വരനെ ആരാധിക്കുന്നവൻ ദുഃഖിക്കാൻ പാടില്ല. പക്ഷെ മറിച്ച് കാണുന്നുണ്ട്. ഈശ്വരാരാധന പുണ്യകർമ്മമാണ്. പുണ്യഫലം എപ്പോഴും സുഖം തന്നെ ആയിരിക്കണം, അതിന് മാറ്റം വരാൻ പാടില്ല. പക്ഷെ ദുഃഖഫലം കാണുന്നു. അപ്പോ യേശാം സ്വവിഷയ കസ്യജിത് പ്രാധാന്യോദ്ഭവ. ചിലപ്പോ ചിലതിന് പറയും അവന് സത്കർമ്മങ്ങളുണ്ട്, ഈശ്വരന്റെ അനുഗ്രഹം വന്നു, പക്ഷെ കാലം എന്തോ കാലക്കേട്, അല്ലാതെന്താ ദോഷം വന്നു. ഓരോ സമയത്ത് ഓരോന്നിന് പ്രാധാന്യം. ചിലപ്പോൾ അവന്റെ കർമ്മത്തിന് പ്രാധാന്യം വരും. എല്ലാം അനുകൂലമായിരുന്നു, പക്ഷെ അവന്റെ ദുർബുദ്ധി കൊണ്ട് അവൻ വിപരീതമായി പ്രവർത്തിച്ചു. കർമ്മത്തിന് പ്രാധാന്യം വരും. അത് നേരത്തെ പറഞ്ഞ് ഇതെല്ലാം കൂടിച്ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഒന്നിന് മാത്രം പ്രാധാന്യം കൊടുക്കാൻ പറ്റത്തില്ല. ജീവന്റെ ദൃഷ്ടിയിൽ നോക്കുന്നു, ലൗകിക ദൃഷ്ടി നോക്കുന്നു. കാരണം ഫലം വിചിത്രമായി കാണുന്നു ലോകത്ത്. ജീവന്റെ ഫലം പുണ്യം ചെയ്യുന്നവൻ സുഖം അനുഭവിക്കുന്നില്ല, പാപം ചെയ്യുന്നവൻ ദുഃഖം അനുഭവിക്കുന്നില്ല. ഇതിനൊക്കെ വിപരീതമായി സംഭവിക്കും. അതിൽ നിന്ന് മനസ്സിലാവുന്നത് കസ്യജിത് പ്രാധാന്യോദ്ഭവം. ഒന്നിന് പ്രാധാന്യം വരുമ്പോൾ പുണ്യത്തിനാണ് പ്രാധാന്യം വരികയാണെങ്കിൽ ഇതിരേഷാം തത്കാലീന പ്രാധാന്യശക്തി സ്തംഭം. എല്ലാം ശക്തമാണ്. പുണ്യം ശക്തമാണ്, പാപം ശക്തമാണ്, കർമ്മശക്തമാണ്, കാലം ശക്തമാണ്. നേരത്തെ പറഞ്ഞില്ല, മന്ത്ര, ഓഷധി, തപസ്, ഇതെല്ലാം ശക്തമാണ്. ഓരോന്നിനും അതിൻ്റെതായ ശക്തിയുണ്ട്. പക്ഷേ ഒന്നിന് ശക്തി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം അവിടെ എന്തോരുന്നു? ശക്തി സ്തംഭം. അതെല്ലാം അടങ്ങിയിരിക്കും. ഏതിനാണോ ശക്തി വന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കും. അതുകൊണ്ട് ആണ് നേരത്തെ പറഞ്ഞത്, എന്താ കഴിഞ്ഞ ദിവസം ഗുണപ്രധാന ഭവസ്തു അനിയതോ. ഏതൊന്നിനാണ് പ്രാധാന്യം വരുന്നത്, ഏതൊന്നാണ് ദുർബലമാകുന്നത്, ദുർവിജ്ഞേയ, അത് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. തത്കൃതോ മോഹോ ലോകസ്യ. ജീവൻ ഇക്കാര്യത്തിൽ മോഹിതനാണ്. ഇക്കാര്യത്തിൽ വിവേകം ഉണ്ടാകത്തില്ല. ഈശ്വരന്റെ നിയമത്തെ എങ്ങനെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും? അതുകൊണ്ട് ഈശ്വരനെ ആശ്രയിക്കുന്നവർ, ആരാധിക്കുന്നവർ, അവർക്കും ഉണ്ടാകും ദുരന്തങ്ങൾ, അവർക്കും ഉണ്ടാകും. അത് ഇതിന്റെ കാരണം കണ്ടുപിടിക്കാൻ ജീവന് കഴിയത്തില്ല. അവൻ മോഹമുണ്ട്. ആർക്കും അതെങ്ങനെ ഫലവത്താകുന്നെന്ന് പറയാൻ പറ്റില്ല. പുണ്യം കൊണ്ട് പലർക്കും ദുരന്തങ്ങളില്ലാതെയാകുന്നു, മാറുന്നു, ഐശ്വര്യം വരുന്നു, അത് സംഭവിക്കുന്നു. അതുകൊണ്ട് ഈശ്വരാരാധന വേണ്ടെന്ന് പറയാൻ കഴിയില്ല. ലോകാനുഭവത്തിൽ അങ്ങനെയാണല്ലോ കാണുന്നത്. ഈശ്വരനെ ഭജിക്കാൻ പോകുന്നവര് വണ്ടിയുടെ അടിപ്പെട്ട് ചത്തുപോകുന്നു. ദൈവത്തിനെ കാണാൻ പോയപ്പോഴാണോ ഇത് പറ്റിയെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ പിന്നെ ആ ദൈവത്തിന് എന്താ ശക്തി? തന്നെ കാണാൻ വന്നവനെ രക്ഷിക്കണ്ടേ? അവിടെ ഈശ്വരന്റെ ശക്തി എന്ത് ചെയ്തു? സ്തംഭിച്ചു പോയി. ഇവന്റെ പാപത്തിനായിരുന്നു ശക്തി കൂടുതൽ.
അപ്പൊ ഈശ്വരനും വിചാരിക്കും ഇവനിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൊല്ലാനൊക്കത്തില്ല, അതുകൊണ്ട് ഇവിടെ വരുന്നുമ്പേ കൊന്നയ്ക്കാം. കാരണം അപ്പൊ പുണ്യം കൂടും, അവന്റെ ആ പാപത്തിന്റെ ഫലം അനുഭവിക്കാൻ പറ്റാതെ വരും. ഊഹിക്കാൻ നമുക്കിങ്ങനെ, കാരണം അക്കാര്യത്തിൽ ജീവൻ മോഹിതനാണ്, അവന് മോഹമാണ്, നിർണയിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഇവിടെ എന്ത് പ്രവർത്തിക്കുന്നു? കസ്യചിത് പ്രാധാന്യോദ്ഭവ. അതുകൊണ്ടാണ് ജീവിതകാലം മുഴുവൻ വളരെ സത്കർമ്മ നിരതരായിരുന്ന ആൾക്കാരും അപ്രതീക്ഷിതമായി വീണുപോകും, ദുഃഖത്തിനടിപ്പെട്ടു പോകും, ദുരിതത്തിൽ വരും. ദൈവത്തിനെ കുറിച്ചിട്ട് കാര്യമില്ല. എന്തെയ്യുന്നു? തത്കാല പ്രാധാന്യശക്തി സ്തംഭ. അയാൾ ചെയ്ത പുണ്യങ്ങളെല്ലാം അപ്പൊ സ്തംഭിച്ചു പോയി. മറ്റെന്തോ പാപം പ്രാരബ്ധത്തിലുണ്ടായിരുന്നു, ആ പ്രാരബ്ധ ശക്തമായി. ഇനി ആ പ്രാരബ്ധത്തെയും അതിജീവിക്കുന്ന തപസ് അയാളുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിജീവിച്ചു. പക്ഷെ അത് എത്ര ചെയ്യണം തപസ്, ആർക്കറിയാം? ജീവൻ അതിനുള്ള ബുദ്ധിയില്ല, അവന്റെ തലച്ചോറിൽ ഇതെല്ലാം വിളങ്ങത്തില്ല. തഥാപി എന്ന കർമ്മണ ഫലപ്രാപ്തിയും പരത്തി അനേകാന്തി. ഇതാണ് നിയമം. പക്ഷെ ഇതെന്ത് നിയമമായാലും ശരി, അവിടെ എന്തിനെ ആശ്രയിച്ച് സംഭവിക്കുന്നു? പുണ്യപാപങ്ങളെ ആശ്രയിച്ചിട്ടാണ്. പുണ്യം ചെയ്തിട്ട് ദുഃഖം അനുഭവിച്ചാലും പാപം ചെയ്തിട്ട് സുഖം അനുഭവിച്ചാലും രണ്ടും കർമ്മഫലം തന്നെ. ദൃഢമായ കർമ്മം അതിന്റെ ഫലം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഫലം പ്രാപ്തിയും പ്രതി അനേകാന്തികത്വം. കർമ്മം ഫലത്തെ കൊടുക്കുന്നു എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അത് കാലദേശങ്ങൾക്കനുസരിച്ച് ഇന്നല്ലെങ്കിൽ നാളെ, ഈ രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് സംഭവിച്ചേ തീരും. അത് സർവജ്ഞനും സർവശക്തനുമൊക്കെ ആയിരിക്കുന്ന ഈശ്വരൻ തന്നെ അത് അംഗീകരിച്ചു കൊടുത്ത കാര്യമാണ്. കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്താനെ പോലെയാണ്. പിന്നെ തുറന്നുവിട്ടവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവനും ചിലപ്പോൾ അത് പിടിച്ചു തരുന്നു. അല്ല, ഈശ്വരൻ അങ്ങനെ ഒരു വ്യവസ്ഥ ചെയ്തു കഴിഞ്ഞു കർമ്മത്തിന്. അപ്പം അതനുസരിച്ച് കർമ്മം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിൽ ഈശ്വരൻ കൈകടത്തില്ല. കാരണം തന്റെ വ്യവസ്ഥയെ താൻ തന്നെ ലംഘിച്ചാൽ ജഗത്തിന്റെ സ്ഥിതി അസ്തവ്യസ്തമാണ്. അപ്പൊ ജഗത്തിന്റെ സ്ഥിതിയെ എന്ന് പറഞ്ഞല്ലോ, ജഗത് സ്ഥിതി പരിപാലയിഷു, ജഗത്തിന്റെ സ്ഥിതിയെ പരിപാലിക്കാൻ ആഗ്രഹിക്കുന്ന ഈശ്വരൻ ഈ വ്യവസ്ഥയിലൊന്നും കൈകടത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സദ്ബുദ്ധികൾ ഈശ്വരാരാധന ചെയ്യുന്നു. അവിടെ പറയുന്നു ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഫലം എങ്ങനെയും വരാം, തനിക്ക് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ, ഫലത്തിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന കർമ്മയോഗത്തിന്റെ അടിസ്ഥാനം ഇതാണ്. എന്തു വന്നാലും സ്വീകരിക്കുക. ഇത് അടിസ്ഥാനപരമായ തത്വമായിരിക്കും. മനുഷ്യൻ ഒരു ദേവതയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഉപഹാരം സമർപ്പിച്ചാൽ തന്റെ എല്ലാ ദുരിതങ്ങളും മാറും എന്നൊക്കെ വിശ്വസിക്കുന്ന മൗഢ്യമാണ്. മാറിയെന്ന് വരാം, മാറാതെയിരിക്കും, രണ്ടും സംഭവിക്കും. ഒരു ദോഷമുണ്ട്, പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷം മാറും എന്ന് കരുതി ചെയ്യുന്നു. പക്ഷെ എത്ര ദോഷങ്ങളുണ്ടെന്നുള്ള കാര്യത്തിൽ അവൻ മോഹിതനാണ്, അവൻ അറിയത്തില്ല. മറ്റു ദോഷങ്ങൾ കൊണ്ട് ഇതിലും വലിയ ദുഃഖഫലത്തെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടിത് ജീവനെ നിർണയിക്കാൻ കഴിയില്ല. തസ്മാൻ ശാസ്ത്രം പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. പ്രായശ്ചിത്തം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക, ഉപാസന വേണ്ടത് അത് ചെയ്യും.
ഉപഹാരങ്ങൾ അർപ്പിക്കേണ്ടടുത്ത് അത് ചെയ്യുക. ഫലത്തിൽ മാത്രം വാശി പിടിക്കരുത്. അതെങ്ങനെ സംഭവിക്കുക? എന്തുകൊണ്ട്? കർമ്മത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ശാസ്ത്ര ന്യായ നിർദ്ധാരിതത്വ കർമ്മപ്രാധാന്യസ്യ, കർമ്മപ്രാധാന്യത്തെ നിർണയിച്ചിട്ടുണ്ട്. മീമാംസകർ ശ്രുതി പ്രമാണത്തിലൂടെയും യുക്തിയിലൂടെയും അവർ ഉറപ്പിച്ച കാര്യങ്ങളാണ്. കർമ്മത്തെ അംഗീകരിച്ചേ മതിയാവൂ. അതുകൊണ്ട് ആ കർമ്മം ഫലം കൊടുക്കുന്നതിൽ ഇടങ്കോലിടാൻ ദേവതകൾക്കൊന്നും സാധ്യമല്ല. അവർക്ക് അവരുടേതായ പണികളുണ്ടത് ചെയ്തുകൊണ്ട്, കർമ്മത്തിന് അതിൻ്റെതായ പണിയുണ്ടത് ചെയ്യും. അതുകൊണ്ട് കർമ്മത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഏത് കർമ്മത്തിനും അതിൻ്റെതായ ഫലം ഉണ്ടാകും, ഉണ്ടായി തന്നെ തീരണം. അത് ശാസ്ത്രം. അതുകൊണ്ട് അക്കാര്യത്തിൽ സംശയിക്കണ്ട. അതുകൊണ്ട് ഇവിടെ പൂർവക്ഷി പറയുന്നു, കർമ്മത്തിന് ഫലം കൊടുക്കുന്നതിന് ദേവതകൾ ഇടപെടാൻ പറ്റില്ല, സമ്മതിച്ചു. പക്ഷേ ജ്ഞാനം ഫലം കൊടുക്കുന്നിടത്ത് ദേവതകൾ ഇടപെടുന്നു. അതാണ് ദേവതകൾ അതിന് വിഘ്നത്തെ ഉണ്ടാക്കുന്നു, അതിനെ നിഷേധിക്കുന്നു. ഇവിടെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് സുരേശ്വരാചാര്യർ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ജ്ഞാനത്തിന് ഫലത്തെ കൊടുക്കുന്നതിൽ ദേവതകൾക്ക് ഇടപെടാൻ കഴിയത്തില്ല. അത് ശരിയാണ്. അതെന്തുകൊണ്ട് പറ്റില്ല എന്നിവിടെ പറയും. അടുത്ത ഭാഷ്യകാരൻ അത് പറയുന്നു. എന്താണ് ജ്ഞാനം? മുമ്പ് പറഞ്ഞത് തന്നെ ഈ സന്ദർഭത്തിൽ അത് വീണ്ടും വിശദീകരിക്കേണ്ടി വരുന്നു. പക്ഷെ അതുകൊണ്ട് ദേവത ഉപാസന അല്ലെങ്കിൽ ദേവതകളുടെ ശക്തി അത് നിഷേധിക്കത്തക്കതല്ല എന്ന് പറയുന്നു. സുരേശ്വരാചാര്യ കാര്യം ദേവത ഉപാസനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പറയുന്ന ബ്രഹ്മവിജ്ഞാനം അത് യോഗ്യതയുള്ളവനെ പറ്റൂ. അതിൻ്റെ ബ്രഹ്മവിദ്യയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം യോഗ്യതകളെ കുറിച്ച് പറയും. നിത്യാനിത്യ വസ്തുവിവേകം എന്നെല്ലാം പറയും. അപ്പോൾ യോഗ്യതയില്ലാത്തവന് ഇത് ഈ പറയുന്ന ജ്ഞാനം ഉണ്ടാകത്തില്ല, അത് ഫലം കൊടുക്കത്തില്ല. അപ്പോൾ ഒരുവൻ ബലാത് എനിക്ക് ജ്ഞാനം നേടിയേ തീരും എന്ന് വാശിയോടുകൂടി പ്രവർത്തിക്കുകയാണ്. പക്ഷെ അവന് യോഗ്യതയില്ലെങ്കിൽ ആ പ്രവർത്തനം വെറുതെയാണ്. തീർത്തും പറയും അവൻ അവിവേകിയാണ്. ബലാജ്ഞാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ബലാജ്ഞാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എന്താണ്? അവന്റെ മനസ്സത്ര ഇരുളാണ്. അവനീ പറയുന്ന തത്വശ്രവണത്തിലോ ഒന്നും മനസ്സ് നിൽക്കുന്നില്ല. മനസ്സിന്റെ ദോഷമാണ്. അവിടെ അവൻ നിഷ്കാമഭാവത്തോടുകൂടി ദേവതയെ ഉപാസിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ നിഷ്കാമഭാവത്തോടുകൂടി ദേവതയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. അവൻ അന്ധകരണസിദ്ധി ഉണ്ടാകും. അത് അവന് തത്വബോധവും മുക്തിയും നൽകും. അതുകൊണ്ടാണ് ദേവത ഉപാസനയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം അവിടെ തത്വത്തെ കൂടെ വെളിപ്പെടുത്തുന്നത്. ദേവത ഉപാസന ചിത്തശുദ്ധിക്ക് വേണ്ടി,
ആ ചിത്തശുദ്ധി തത്വബോധത്തിന് വേണ്ടി. അപ്പൊ ശ്രവണാദികൾ തന്നെ യോഗ്യത ഉണ്ടാകത്തില്ലേ? പക്ഷെ അതിന് കഴിയണ്ടേ ഒരാൾക്ക്? അതിനുള്ള മനസാന്നിധ്യം വേണ്ടേ? അതിനുള്ള ഏകാഗ്രത വേണ്ടേ? ശ്രമിച്ചാൽ അവൻ എന്തെങ്കിലും ബോധം ഉണ്ടാവണ്ടേ? ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരവസ്ഥയിൽ ദേവതോപാസന ആവശ്യമാണെന്നല്ല, ഇവിടെ പറയുന്നത് കൂടിയേ തീരുന്നതാണ്. അതുകൊണ്ട് അവന്റെ മനഃശുദ്ധി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അക്കാര്യത്തെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, വാർത്തിക പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ദേവത ഉപാസനയെ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഫലത്തിൽ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ ദേവതകളെക്കാൾ വലിയ ആളാണ് ബ്രഹ്മജ്ഞാനി. ബ്രഹ്മജ്ഞാനിയേക്കാൾ താഴെയാണ് ദേവത. കാരണം ഇവിടെ പറയുന്നു വാർത്തികത്തിൽ നിന്ന് ദേവാദ്യ ഐശ്വര്യ വിഷയം വിധിക്രാന്തത്വ ഹേതുത കൈവല്യ അഭൂത്യ ഉദ്യുക്ത ഈശ്വര അവിജ്ഞേശത്തെ. എന്താണ്? ഈ ദേവതകൾക്ക് ഐശ്വര്യ മറ്റൊക്കെ ഉണ്ട്, പ്രഭാവശാലികളാണ് അവർ എന്ന് മുമ്പ് പറഞ്ഞു. അവരുടെ ഐശ്വര്യം ശക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് എന്തുകൊണ്ട് ഈ ജ്ഞാനത്തിനൊരു തടയിട്ടില്ല? എന്തുകൊണ്ടതിന് കാരണം പറഞ്ഞു. കാരണം ഈ ജീവന്മാരെല്ലാം പശുക്കളാണ്, മറ്റുള്ളവരുടെ ഉപഭോഗ്യ വസ്തുക്കളാണ്. അതുകൊണ്ട് അവർ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ ദേവതയെ ഉപാസിക്കത്തില്ല. ദേവതയുടെ വൃത്തി തന്നെ നിലനിൽപ്പിന് അപകടത്തിലാവും. അതുകൊണ്ട് അവരുടെ ഈ ശക്തി ഉപയോഗിച്ച് ദേവത വിഘ്നത്തെ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഇനി അത് ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഈ ദേവതകൾക്ക് ഈ ശക്തി കൊണ്ടെന്താ പ്രയോജനം? അതിനാണ് ഇവിടെ പറയുന്നത് ദേവാദ്യൈശ്വര്യ വിഷയ വ്യതിക്രാന്തത്വഹേതു. ദേവതകളെ ഐശ്വര്യമുള്ളതാണ്, ഇല്ലാത്തതല്ല. ആസ്തികന്മാരത് അംഗീകരിക്കുന്നുണ്ട്, ചാർവാകന്മാരത് സ്വീകരിക്കുന്നുണ്ട്. വേദ പ്രമാണത്തെ അംഗീകരിക്കുന്നവരത് അംഗീകരിക്കുന്നത് ദേവതകളുണ്ട്, അവർക്ക് ശക്തിവിശേഷങ്ങളുണ്ട്. പക്ഷെ ആ ശക്തിവിശേഷങ്ങൾ അവർ എന്ത് ചെയ്യും? വേറെ സ്ഥലത്ത് പ്രവേശിച്ചോളും. ആരാണോ പശുക്കളെ പോലെ അവരെ സേവിക്കുന്നത് അവർക്ക് ആ ശക്തി കൊണ്ട് പ്രയോജനമുണ്ട്, അവർക്ക് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടി ദേവതകൾ അവരുടെ ശക്തി ഉപയോഗിച്ചോളും. അതുകൊണ്ട് ദേവതകൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് ആ ശക്തി ബ്രഹ്മജ്ഞാനത്തിന്, ബ്രഹ്മജ്ഞാനിയെ തടസ്സമായി പ്രവർത്തിക്കും എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. അതിന് പ്രവർത്തിക്കാൻ വേറെ സ്ഥലമുണ്ട്. കൈവല്യ അഭൂത്യ ഉദ്യുക്ത ഈശ്വരാഭി നൈശതി. മറിച്ച് മോക്ഷത്തിന് തടസ്സമായി ഉപയോഗിക്കത്തക്ക ശക്തി അവരുടെ കയ്യിലില്ല. ആ ശക്തി അവിടെ ഫലപ്രദമാകത്തില്ല എന്നാ. അതുകൊണ്ട് ശക്തന്മാരെന്ന ദേവന്മാര് ഈ പശുക്കൾ മുക്തരാകും. അതുകൊണ്ട് അവിടെ തടസ്സമുണ്ടാക്കുമെന്ന് കരുതുന്നതിന് യുക്തിയില്ല. ഈശിതവ്യ സംബന്ധ പ്രത്യേക അജ്ഞാനഹേതുജ. ഈശ്വരൻ ഈശിതവ്യൻ, സർവ ഐശ്വര്യങ്ങളുള്ളവൻ, ആ ഐശ്വര്യത്തിന് വിധേയനാവൻ. ഭരിക്കുന്നവൻ, ഭരിക്കപ്പെടുന്നവൻ, ശാസിക്കുന്നവൻ, ശാസനയ്ക്ക് വിധേയനായവൻ. ഈ ഒരു ബന്ധം ഇതെവിടെയാണ് നിൽക്കുന്നത്? പ്രത്യേക അജ്ഞാനഹേതുജ, ആത്മബോധം ഇല്ലാത്തതുകൊണ്ടാണത്. ആത്മബോധമുള്ളവനെ ഭരിക്കാൻ ആരുമില്ല, അവനെ നിയന്ത്രിക്കാൻ മറ്റൊരു ശക്തിയില്ല. അവന്റെ മേലിലൊരു അധീശത്വം ചുമത്താൻ ആർക്കും കഴിയത്തില്ല, ദേവതകൾക്കും കഴിയത്തില്ല, ഈശ്വരനും കഴിയത്തില്ല. അതാണ് ഈശതവ്യ സംബന്ധ പ്രത്യേക അജ്ഞാനഹേതുജ. അത് അജ്ഞാനം കൊണ്ടാണ് ആ ഒരു ബന്ധം നിലനിൽക്കുന്നത്. സ്വാമി ഭൃത്യബന്ധം,
ഞാൻ സ്വാമിയാണ്, യജമാനാണ്, ഇവനെന്റെ ഭൃത്യനാണ്. ഇത്തരത്തിലുള്ള ഒരു ബന്ധം അജ്ഞാനം കൊണ്ടാണ്. സമ്യക് ജ്ഞാന തമോധസ്ഥോ ഈശ്വരാണാം അപ്പൊ ഈശ്വര പറയുന്നത്. സമ്യജ്ഞാനം കൊണ്ട് അവന്റെ അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ അവൻ ഈശ്വരന്മാരുടെയും ഈശ്വരനാണ്. അവന് മേളിലൊരു ഈശ്വരനില്ല എന്നർത്ഥം. ദേവന്മാർക്കുമെല്ലാം അവൻ ദേവനാണെന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പ് പറഞ്ഞു, അവൻ ദേവന്മാരുടെ സ്വരൂപമാണ്. എത്ര ആത്മത്വമേവ ദേവാനാം ബ്രഹ്മവിദ. ബ്രഹ്മജ്ഞാനി ആ ദേവന്മാരുടെയും ആത്മാവാണ്, സ്വരൂപമാണ്. താൻ തനിക്ക് ഉപദ്രവം ചെയ്യും. ദേവന്മാരുടെയും സ്വഭാവമായിരിക്കുന്നവന് ദേവന്മാരെങ്ങനെ ഉപദ്രവിക്കുന്നത്? ദേവന്മാർക്കൊന്നും ഉപദ്രവിക്കാൻ സാധ്യമല്ല. ഈശ്വരാണാം അപീശ്വര ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചിലർക്ക് തോന്നുന്നു എന്താണോ, താൻ ദേവന്മാരെക്കാളും ഒക്കെ വലുതാണ്. കാരണം തന്റെ സ്വരൂപമാണ് ദേവന്റെ സ്വരൂപം. പിന്നെ ദേവനെ എന്തിനുപാസിക്കണം? അങ്ങനെ തോന്നും. പക്ഷെ പ്രത്യേക അജ്ഞാനം ഉള്ള ഒരുവന് ഈ ബോധം ഉണ്ടാകാത്തതുകൊണ്ട്, അതിന് കാരണം അവനതിനുള്ള യോഗ്യത ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കി അവൻ ആ യോഗ്യതയ്ക്ക് വേണ്ടി ദേവതകളെ ഉപാസിക്കത്തന്നെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ അടുത്ത് ചർച്ച ചെയ്യുന്നത് അവിടെ വേറെ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, വാർത്തകത്തിൽ പറയുന്നതാണ്. ഇനി ഒരാൾ ഈ ആത്മാവിനെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞു, എന്നാൽ അയാൾക്ക് അജ്ഞാനാദികൾ ദോഷങ്ങൾ മാറുന്നില്ല. ഇതെന്താണ് താൻ ഈശ്വരന് ഒന്ന് തന്നെ എന്ന് പറഞ്ഞ് എന്താണെന്ന് അയാൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അയാളിൽ അനാത്മബോധം ദൃഢമാണ്. അബോധം അയാളിൽ പ്രകാശിക്കുന്നില്ല. തടസ്സം അയാൾ തന്നെ ഇരിക്കുന്ന ദോഷങ്ങൾ തന്നെയാണ്, രാഗാദി ദോഷങ്ങൾ. അത് വളരെ ശക്തമായിരിക്കുന്നു. അപ്പൊ ഈ ഒരു സ്ഥിതിയിൽ അയാൾ ഉപാസിക്കണം, ഉപാസനയെ സ്വീകരിക്കണം, അയോഗ്യതയെ സമ്പാദിക്കണം. അവനവന്റെ ദോഷത്തെക്കുറിച്ച് അവനവനല്ലേ അറിയാൻ പറ്റും. ആ ദോഷങ്ങൾ പ്രബലമാണ്, അതാ ജ്ഞാനത്തിന് തടസ്സമാണ്. അവനാ ജ്ഞാനത്തിൽ യാതൊരു നിഷ്ഠയും ഉണ്ടാകുന്നില്ല. ശ്രവണാദികളിൽ ഒരു തരത്തിലും നിഷ്ഠ വരുന്നില്ല. അങ്ങനെ ഉള്ള ഒരുവൻ ഉപാസനയെ വിട്ട് സന്യാസിയായി കഴിഞ്ഞാൽ, കർമ്മത്തെ ത്യജിച്ചു കഴിഞ്ഞാൽ, കർമ്മണാം അനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോശ്രിതേ നജ സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഗീതയിൽ പറയും, കർമ്മം ചെയ്യാത്തതുകൊണ്ട് മാത്രം ഒരുത്തൻ സന്യാസിയാകുന്നില്ല, അവന് നൈഷ്കർമ്മ്യ സിദ്ധി ഉണ്ടാകുന്നില്ല. ഇനി സന്യാസം കൊണ്ട് മാത്രം നജ സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി, സന്യാസം കൊണ്ട് മാത്രം അവനൊരു ഗുണവും ഉണ്ടാകുന്നില്ല. എന്നിട്ട് അവിടെ സന്യാസിമാരെ കാര്യമായിട്ട് അധിക്ഷേപിക്കുന്നുണ്ട്. ആരെ? സുരേശ്വരാചാര്യർ. ഞാൻ മുമ്പ് തന്നെ അധിക്ഷേപിച്ചിട്ടുള്ളതാണ്, നമുക്ക് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. വളരെ പ്രസിദ്ധമായൊരു വാർത്തകൾ. പ്രമാദിനോ ബഹിശ്ചിത്ത പിശുന കലഹോത്സുകാഹ സന്യാസിനോപി ദൃശ്യന്തേ ദൈവസന്തോഷിതാശയ. ഈ വാർത്തക ഈ സന്ദർഭത്തിലവർ ഇവിടെ ഈ ഭാഷ്യത്തിന്റെ വ്യാഖ്യാനത്തിലാണ് വരുന്നത്. അങ്ങനെ ഇവരെന്താ കരുതുന്നത്? ഞാൻ തന്നെ ബ്രഹ്മം, ബ്രഹ്മം തന്നെ ഞാൻ, ഇനിയൊന്നും ചെയ്യാനില്ല, ഇനി ചെയ്യാനുള്ളത് സന്യാസം.
എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കുക, എല്ലാ ഉപാസനകളും ഉപേക്ഷിക്കുക. അങ്ങനെ വരുന്നവനെ കുറിച്ച് പറയുന്നു അത് പ്രമാദമാണ്, അവന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് അവന്റെ സന്യാസം. അവൻ സന്യാസത്തിൽ വന്നു കഴിഞ്ഞാൽ ബഹിശ്ചിത്ത, അവൻ ബഹിർമുഖനായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവിടെ വളരെ കൂടുതലായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസിമാരെല്ലാം കൂടെ എന്നെ വളഞ്ഞിട്ട് തള്ളു. സുരേശ്വരാചാര്യ പറഞ്ഞിരിക്കുന്നത് പുറത്തു പറയാൻ വയ്യാത്ത കാര്യങ്ങളാണ്. എന്നാലും കുറച്ച് പറയാതിരുന്ന എനിക്കൊരു സമാധാനം വരത്തില്ല. സന്യാസിനോ ബഹിശ്ചിത്ത് പറയുന്നു, പ്രമാദമാണത് അത്തരം സന്യാസം. അങ്ങനെ സന്യസിക്കുന്നവൻ ബഹിശ്ചിത്തനായിരിക്കും, ബഹിർമുഖനായി അവന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അവനിൽ അന്തർമുഖത വരില്ല, അവന് ലോകദൃഷ്ടിയായിരിക്കും, അവനൊരിക്കലും ആത്മദൃഷ്ടി വരത്തില്ല. എന്നുവെച്ചാൽ അവൻ വ്യവഹാരങ്ങളിലായിരിക്കും, അവന്റെ ശ്രദ്ധ മുഴുവൻ ഭൗതിക വ്യവഹാരങ്ങളിലായിരിക്കും. അതിന് എന്ത് പേരിട്ട് വിളിക്കുന്നു എന്നുള്ളതിലൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങളതിന് ഒരു പക്ഷേ ലോകസേവനമെന്ന് വിളിക്കുമായിരിക്കും, അതുകൊണ്ടൊന്നും വിശേഷമൊന്നും. അവൻ ബഹിശ്ചിത്തനാണെങ്കിൽ അവന്റെ കുറ്റമല്ല, അത് അങ്ങനെ ആകാൻ പറ്റും. എന്തുകൊണ്ട്? അവന് പ്രമാദം സംഭവിച്ചിരിക്കുകയാണ്. നഹി സന്യസനാദേവ സിദ്ധി സമ്മതിക്കച്ചതി. സന്യാസം കൊണ്ടെന്തോ സാധിക്കലാണെന്ന് വിചാരിച്ചു. പഴയ സന്യാസത്തിനാണെങ്കിൽ അത്രയും വലിയ കുഴപ്പമില്ല. ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസം, കാരണം അവിടെ പറയുന്ന സന്യാസി ഒറ്റയ്ക്ക് കഴിയണമെന്നാണ്. സന്യാസി ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ രണ്ട് സന്യാസിമാർക്ക് തമ്മിൽ തല്ലാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് കഴിയുന്നവരെങ്ങനെയാ തമ്മിൽ തല്ലുന്നത്? പക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ വാർത്തകാലം പറഞ്ഞിട്ട് കലഹോത്സുക, ഇവർ കലഹത്തിൽ താല്പര്യമുള്ളവരായിരിക്കും എന്നാണ്. ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ ആരോട് കലഹിക്കാനാണ്? വാസ്തവത്തിൽ ഈ സന്യാസിമാരുടെ കലഹത്തിന് തുടക്കമിട്ടത് ശ്രീബുദ്ധനാണ്. ആദ്യത്തെ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തതാണ്. സംഘം ശരണം ഗച്ഛാമി. അവിടെ സന്യാസിമാര് സംഘമായി കഴിയണം എന്ന് പറഞ്ഞു. ആ സതുദ്ദേശത്തിലാണ് പറഞ്ഞത്. മഹാത്മാക്കൾ സതുദ്ദേശത്തോട് ചെയ്യുന്നതൊക്കെ പിന്നീട് വിപരീതമാവും. എന്തിനുവേണ്ടി സംഘത്തിൽ കഴിയാൻ പറഞ്ഞു? ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഒരേ ധർമ്മത്തെ ആചരിക്കുന്നവർ ഒരു സംഘമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്പരം രക്ഷയാണെന്നാണ് കരുതിയത്. പക്ഷെ ഈ സംഘത്തിൽ ഈ പറയുന്ന തരത്തിൽ പ്രമാദികൾ, പിശുനന്മാര്, കലഹപ്രിയന്മാരെല്ലാം കടന്നു. അത് ബുദ്ധന്റെ കാലത്തെ തുടങ്ങി. ബുദ്ധന്റെ അനുയായികളും തമ്മിലടിച്ചു എന്നാണ് പറയുന്നത്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. സന്യാസിമാർ അവിടെ തമ്മിലടിച്ചത് എന്താണ്? സംഘത്തിന്റെ നേതൃത്വത്തിന് വേണ്ടി ആരാണ് നേതാവായിരിക്കേണ്ടത്. സൈന്യങ്ങളുള്ളപ്പോൾ ഒരുത്തിനല്ലേ സർവ്വസൈന്യാധിപനാകാൻ പറ്റും. അപ്പം അതിനു വേണ്ടിയിട്ട് അന്ന് തന്നെ കലഹം നടന്നു എന്നാണ് പറയുന്നത്. കഥകൾ പറയുന്നതാണ്, ചരിത്രം. ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർക്കും തമ്മിൽ കലഹം ഉണ്ടായിരുന്നു, കഥകൾ പറയുന്നു. ശരിയാണോ എന്നറിയത്തില്ല. വാർത്തികം സുരേശ്വരാചാര്യർ എഴുതിയത് പത്മപാദാചാര്യർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കഥയായിരിക്കാം. എന്തായാലും പ്രമാദികളും പിശുനന്മാരും കലഹപ്രിയന്മാരും ദൈവസന്തോഷിതാശയാഹ, അങ്ങനെ വരുമ്പോൾ അവരുടെ ആ കർമ്മമാണ് അവരുടെ അന്ധകരണത്തെ അശുദ്ധമാക്കുന്നത്. അതിന്റെ ശുദ്ധിക്ക് വേണ്ടിയുള്ള ഉപാസനയും മറ്റും ചെയ്യുന്നില്ല. അത് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സുരേശ്വരാചാര്യർ ഇത് പറയുന്നത്.
അതുകൊണ്ട് സന്യാസധർമ്മത്തെ പഠിക്കും. അപ്പോൾ ബുദ്ധന്റെ സംഘത്തിൽ സംഭവിച്ച പോലെ തന്നെ പിന്നെ അവര് സന്യാസി പിന്നെ ചാണക്യനീതി അന്വേഷിച്ചു എങ്ങനെയാണ് സംഘത്തെ അധീനത്തിലാക്കേണ്ടത്. ചാണക്യന്റെ നീതി അറിയാമോ? അറിഞ്ഞിരിക്കുന്നതല്ല, ചിലപ്പോൾ ആവശ്യം വന്നാണ്. ചാണക്യൻ പറയുന്നത് തന്നെക്കാലം ബലവാനാണെങ്കിൽ അവനോട് സന്ധി ചെയ്തേക്കുക. സന്ധി ചെയ്ത് അവനെ കൂടെ നിർത്തണം. എന്നുവെച്ചാൽ തന്റെ ആധിപത്യം നിലനിർത്തണമെങ്കിൽ നീതിശാസ്ത്രം. തുല്യബലമുള്ളവനാണെങ്കിൽ അവനെ ഗുസ്തി പിടിച്ച് ഗോതയെന്ന് പുറത്ത് കളഞ്ഞിരിക്കുക. പിന്നെ അവനെ കൊണ്ട് ശല്യം ഉണ്ടാകും. അങ്ങനെ സ്വന്തം ആധിപത്യം നിലനിർത്തണം. ഇനി തന്നെക്കാലം ബലം കുറവാണെന്ന് കണ്ടാൽ അവന്റെ തലയിൽ കാല് വെച്ചേക്കുക, എടുക്കരുത് അവിടെ നിന്ന് കാല്. ചാണക്യം പറയുന്നതാണ്, അവന് തല പൊക്കാൻ അനുവദിക്കരുത്. അവനെന്നും അവിടെ കിടക്കണം. 3 നയങ്ങളാണ്: ബലവാനോട്, സമബലമുള്ളവനും ദുർബലനോട്. ഈ 3 നയവും നിലനിർത്തിയാലേ ആധിപത്യം നിലനിർത്താൻ പറ്റും. രാജാക്കന്മാർക്ക് കൊടുക്കുന്ന ഉപദേശം. സന്യാസിമാർ ഇതിന്റെ പുറകെ ആധിപത്യം വേണ്ടേ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് ബുദ്ധന്റെ കാലത്ത് തന്നെ. എന്തുകൊണ്ട്? സംഘം വന്നപ്പോൾ. അതുകൊണ്ട് പഴയ കാലത്ത് പറഞ്ഞു, ഏകാഗി യഥചിത്താത്മാ നിരാശി അപരിഗ്രഹ. സന്യാസി ഏകാഗിയായിരിക്കണം, കൂട്ടത്തിൽ ചേരെടുത്ത്. ഇവിടെ കലഹോത്സവം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയും സന്യാസിമാരുടെ കൂട്ടത്തെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. ശങ്കരാചാര്യൻ സന്യാസിമാരുടെ കൂട്ടത്തെ ഉണ്ടാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ പിൽക്കാലത്ത് ആരോ ഉണ്ടാക്കി, അതിനെക്കുറിച്ചായിരിക്കും പറയുന്നത്. ചരിത്രമൊന്നും നമുക്ക് വ്യക്തമല്ലല്ലോ. സന്യാസിനോപി ദൃശ്യന്തേ പറയുന്നു. സന്യാസിമാരെയും കാണുന്നുണ്ട്. ദൈവസന്തോഷിതാശയ, പാപം കൊണ്ട് മനസ്സ് മലിനമായവർ, അവർ കലഹപ്രിയന്മാരായിരിക്കും. അതിൽ അവിടെ ആനന്ദഗിരി വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാം പറയുന്നത് എങ്ങനെയാണ് സന്യാസിക്ക് ക്രമമായിട്ട് കലഹം വരുന്നത്. കലഹത്തിന് മുമ്പ് അസൂയ വരുമെന്ന് പറയും. അസൂയയ്ക്ക് മുമ്പ് രാഗദ്വേഷം വരും. ഇതൊക്കെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ അവിടെ അത് പറയാൻ കാരണം? എന്നുവെച്ചാൽ സന്യസനാദേവ സിദ്ധിം സമ്മതി ഗച്ഛതി. സന്യാസം കൊണ്ട് മാത്രം സിദ്ധി ഉണ്ടാകത്തില്ല. ഉപാസനയെ സന്യസിക്കരുത്. ഇത്രയും പരമമായ അദ്വൈതത്തെ പറയുന്ന ആചാര്യന്മാരും ഇത്തരം ഉപാസനകളെയും മറ്റും നിഷേധിക്കുന്നില്ല. പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ നിഷേധിക്കുന്നതാണ്. പലതവണ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട്. സന്ദർഭം വന്നുകൊണ്ട് വീണ്ടും പറയുകയാണ്. അത് നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് ദേവന്മാരെക്കാളും വലുതാണ് ജ്ഞാനി എന്ന് പറയുന്നത് കൊണ്ട് അത് ദേവന്മാരെ ഒന്നും നിന്ദിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരു മുമുക്ഷു അത് അവന് ആവശ്യമാണെന്ന് വന്നു കഴിഞ്ഞാൽ അവൻ ഉപാസിക്കുക തന്നെ ചെയ്യണം എന്നാണ്. അവിടെ ഒരു കാര്യം പറയുന്നു, ബലാത് ഹഠാത് ഒരുവൻ ആത്മജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. അതിന്റെ വഴിക്ക് പോയാൽ മതി. മഹാത്മാക്കളെല്ലാം അത് തന്നെ ഉപദേശിക്കുന്നു. ഇതേ ശാസ്ത്രതത്വം തന്നെയാണ് എല്ലാവരും ഉപദേശിക്കുന്നത്. അങ്ങനെ മറിച്ചാരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അവർ മഹാത്മാക്കളല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ദേവന്മാർ വിദ്യയ്ക്ക് വിഘാതത്തെ സൃഷ്ടിക്കത്തില്ല. എന്തുകൊണ്ട്? ഇനി അത് വിശദീകരിക്കും സിദ്ധാന്തം.
അവിദ്യ അപഗമ മാത്രത്വ ബ്രഹ്മപ്രാപ്തി ഫലസ്യ. ഇനി ആ തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. അവിദ്യയെ ഇല്ലാതാക്കുക, അതാണ് ബ്രഹ്മപ്രാപ്തി ഫലം. അവിദ്യയെ ഇല്ലാതാക്കുക, അതാണ് ബ്രഹ്മപ്രാപ്തി ഫലം. ഈ ഭാഗത്തെ വിശദീകരിക്കുമ്പോൾ ആനന്ദഗിരി സുരേശ്വരാചാര്യര് വ്യാഖ്യാതാക്കളെല്ലാം, കാരണം ഇത് വളരെ സങ്കീർണമായ വിഷയങ്ങളാണ്. ദേവത ഉപാസന വേണമെന്നൊരു ഭാഗത്ത് പറയുക, ഞാൻ ദേവതയെക്കാൾ മേലെ എന്ന് പറയുക, കർമ്മത്തിന്റെ പ്രാധാന്യത്തെ പറയുക, കർമ്മത്തെ നിഷേധിക്കുക, ഇതന്നെ. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒന്ന് സമന്വയിപ്പിക്കുന്നതിന് വേണ്ടി നാനാശാസ്ത്രങ്ങളിവിടെ ഉദ്ധരിക്കുന്നുണ്ട്. കാമസൂത്രം ഉൾപ്പെടെ ഇവിടെ ഉദ്ധരിച്ചിട്ടാണ് ഇത് വ്യാഖ്യാനിക്കുന്നത് ആചാര്യന്മാർ. അതുകൊണ്ട് ചേട്ടൻ്റെ മനസ്സിൽ സംശയം തോന്നുന്നു, ഞാനെന്തിനാ ഇവിടെ ചാണക്യനീതിയെ കൊണ്ടുവന്നതാണ്. എന്തായാലും കാമസൂത്രത്തെ ഞാൻ വിട്ടു, എന്നെങ്കിലും സമാധാനിക്കും. ചാണക്യനീതിയല്ലേ ഇവിടെ വിശദീകരിച്ചു. കാരണം ഇത് അല്പ സങ്കീർണമായ വിഷയമാണ് ചിന്തിക്കുന്നവർക്ക്. അതുകൊണ്ട് ഇപ്പൊ ബ്രഹ്മപ്രാപ്തി ഫലം, ബ്രഹ്മപ്രാപ്തിയുടെ ഫലം, ബ്രഹ്മപ്രാപ്തിയാകുന്ന ഫലം, മോക്ഷഫലം, അതിനെന്തുകൊണ്ട് ദേവതകൾക്ക് ഇടപെടാൻ പറ്റുന്നില്ല? അവിദ്യ അപഗമ മാത്രത്വം. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിദ്യയെ ഇല്ലാതാക്കുക, അവിദ്യ ഇല്ലാതാക്കുക മാത്രമാണ് അവിടെ. ഏതുക്തം ബ്രഹ്മപ്രാപ്തി ഫലം പ്രതി ദേവാഹ വിഘ്നം കുരുരുതി, അത് പറഞ്ഞല്ലോ, മോക്ഷത്തിൽ ദേവന്മാർ വിഘ്നത്തെ ഉണ്ടാക്കുന്നു. ബ്രഹ്മപ്രാപ്തി ഫലം എന്ന് പറയുന്നത് മോക്ഷം. തത്ര ദേവാനാം വിഘ്നകരണേ സാമർത്ഥ്യം, ദേവന്മാർക്ക് അതിനൊന്നുള്ള ശേഷിയില്ല. അകസ്മാത് എന്തുകൊണ്ട്? വിദ്യാകാല അനന്തരിതത്വാ ബ്രഹ്മപ്രാപ്തി ഫലസ്യ. അതാണ് മുഖ്യമായ സിദ്ധാന്തം. ഒന്ന് ജ്ഞാനം, മറ്റൊന്ന് അജ്ഞാനനാശം, മറ്റൊന്ന് മുക്തി. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിവിടെ പറയും, ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുക. അത് പലതവണ പറഞ്ഞിട്ടുണ്ട്. വെളിച്ചം കൊണ്ട് ഇരുട്ട് നശിക്കുന്ന പോലെയാണ്. ഇവിടെ അതൊന്നുകൂടെ വ്യക്തമാക്കുന്നു, ചർച്ച ചെയ്തതാണെങ്കിൽ. വെളിച്ചം ഇരുട്ടിനെ നശിപ്പിക്കുന്നു വെച്ചാൽ എന്താ അവിടെ? ഇരുട്ടിന്റെ നാശം എന്ന് പറയുന്നത് എന്താണ്? മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇവിടെ വീണ്ടും അത് വരുന്നുണ്ട്. നോക്കുക, നമ്മൾ ഇരുട്ടത്ത് വിളക്ക് കത്തിച്ചു നോക്കുക. ഇരുട്ടിന്റെ നാശം എന്താണ്? ഇരുട്ടിന്റെ നാശം എന്ന് പറയുന്ന വെളിച്ചം തന്നെ, വേറൊന്നുമില്ല. ഇരുട്ടിന്റെ നാശം എന്ന് പറയുന്ന ഒരു പദാർത്ഥം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഈ പുസ്തകത്തെ നശിപ്പിക്കാം, ഇതിനെ കത്തിച്ച് ചാമ്പലാക്കിയാൽ ചാരം ശേഷിക്കും. അതാണ് ഇതിന്റെ നാശം. അവിടെ ഒന്ന് ശേഷിക്കും. ഇവിടെ എന്തിനെ നശിപ്പിച്ചാലും ഒന്ന് ശേഷിക്കും, ഏതെങ്കിലും തരത്തിൽ. കാരണം നാശം എന്ന് പറയുന്നത് കേവലം രൂപാന്തരമാണ്.
നശിച്ചു എന്ന് പറയുമ്പം അതൊന്ന് അവശേഷിപ്പിക്കും. അത് ഈ വസ്തു സ്വഭാവമാണ്. അങ്ങനെയല്ലാതെ ഏതെങ്കിലും ഒരു നാശത്തെ നമുക്കറിയാൻ പറ്റും. ജലത്തെ നശിപ്പിച്ചാൽ അത് നീരാവിയാകും. അതിനെ നശിപ്പിച്ചാൽ അത് ജലമാകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകും. പദാർത്ഥാന്തരഭാവം, അതാണ് നാശം. അപ്പോ ഇരളിന്റെ നാശം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരും. നശിച്ചെന്തോ, നശിച്ച ശേഷിച്ചെന്തോ എന്ന് വരും. കാരണം നമ്മുടെ മനസ്സിൽ വസ്തുസങ്കല്പം ദൃഢമായിരിക്കുന്നു. ഇരളിനെ സംബന്ധിച്ച് നമ്മളൊരു വസ്തുവായിട്ടാണ് സങ്കല്പിക്കുന്നത്. പക്ഷെ ഇരുള് വസ്തുവല്ല, അവസ്തുവാണ്. അതുകൊണ്ട് അതിന്റെ നാശം എന്ന് പറയുന്നത് എന്താ? വെളിച്ചം തന്നെ. ഇരുളിൻ്റെതായ എന്തിനെങ്കിലും ഒന്നിനെ അവശേഷിപ്പിച്ചിട്ട് നശിക്കാൻ പറ്റത്തില്ല. അത് വസ്തുവല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾക്കവിടെ പ്രത്യക്ഷ അനുഭവമാണ്. ഇരുള് നശിച്ചാൽ ശേഷിക്കുന്നത് വെളിച്ചം മാത്രം. വെളിച്ചം മാത്രമാണ് ശേഷിക്കുന്നത്. അതുപോലെ അജ്ഞാന നാശം, ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു എന്നാണല്ലോ. പ്രത്യേക അജ്ഞാനം പ്രത്യേക ബോധം കൊണ്ട് നശിക്കുന്നു. നശിച്ചാൽ പിന്നെന്താ ശേഷിക്കുന്നത്? ജ്ഞാനം മാത്രം. അത് എന്തായി ജ്ഞാനം? അതാണ് ആത്മാവ്. എന്താണ് മോക്ഷം? അതും അത് തന്നെ. അപ്പൊ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെ, ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ച് മോക്ഷം ഉണ്ടാകുക എന്ന് പറഞ്ഞാലും ആ ജ്ഞാനം തന്നെ. മോക്ഷം ആത്മസ്വരൂപം തന്നെ. ആത്മാവ് നിത്യമുക്തമാണ് എന്നാണ് മുമ്പ് പറഞ്ഞത്. അപ്പൊ ഇതിൽ എവിടെയാണ് ദേവന്മാര് വന്നിടപെടുന്നത് എന്നാണ്. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു. അജ്ഞാനനാശം എന്ന് പറയുന്നത് ആ ജ്ഞാനം തന്നെ. ആത്മാവെന്ന് പറയുന്നതും ആ ജ്ഞാനം തന്നെ. മോക്ഷം എന്ന് പറയുന്നതും ആ ജ്ഞാനം തന്നെ. അപ്പോൾ ഇവിടെ പല കാലങ്ങളിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നില്ല എന്ന് ചുരുക്കും. നമുക്ക് ഏത് കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാലും കാലബോധത്തോടുകൂടി ചിന്തിക്കാൻ പറ്റും. ആദ്യം അജ്ഞനായിരിക്കുന്നു ഒരു കാലത്ത്, പിന്നീട് ജ്ഞാനം വരുന്ന ഒരു കാലം, ഇനി മറ്റൊരു കാലത്തിൽ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, ഇനി വേറൊരു കാലം ജ്ഞാനം ശേഷിക്കുന്നു, ഇനി ഒരു കാലത്തിൽ മുക്തിയാകുന്നു. ഇങ്ങനെ കാലബോധം വരും ചിന്തയിൽ. ഇത് ചിന്തിച്ചല്ലേ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കാലബോധത്തോടുകൂടി ചിന്ത നീക്കത്തില്ല. അപ്പൊ ലൗകിക ദൃഷ്ടിയിൽ ചിന്തിക്കുമ്പോൾ, ലോകദൃഷ്ടിയിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്നു തോന്നുന്നു. ഇവിടെ പറയുന്ന തത്വദൃഷ്ടിയിൽ ജ്ഞാനം, അജ്ഞാനനാശം, ആത്മപ്രാപ്തി, മോക്ഷം, ഇവിടെയൊന്നും കാലമില്ല. കാലമില്ലാത്തതുകൊണ്ട് അതിനെ വേണമെങ്കിൽ ഏകകാലമെന്നും പറയാം. ഇതിന് കാലമില്ല. ഇവിടെ കാലങ്ങളിൽ സംഭവിക്കുന്നതല്ല ഇത്. ആത്മാവ് ഏകമാണ്. ആത്മാവ് ഏകമെന്ന് പറയുന്നത് ശരിയാണ്, അസംബന്ധമാണ്. എന്തുകൊണ്ടത്? ഏകമെന്ന് പറയുന്നൊരു സംഖ്യയാണ്. അത് ആപേക്ഷികമാണ്. രണ്ടിനെ അപേക്ഷിച്ച് ഒന്ന്, ഒന്നിനെ അപേക്ഷിച്ച് രണ്ടിങ്ങനെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ആത്മാവിലെ ഏകത്വ സംഖ്യയില്ല. ഇല്ലെങ്കിലും നമ്മൾ പറയും ആത്മാവ് അദ്വൈതമാണ്, ഏകമാണ് എന്നിങ്ങനെ പറയും. അതിന്റെ താല്പര്യം ആത്മാവിൽ ഏകത്വത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, സർവധർമ്മങ്ങളെയും നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ്. സംഖ്യയും നിരാകരിക്കും. അതാണ് അതിന്റെ താല്പര്യം. അതുപോലെ ഇവിടെ പറയും എന്താണ്? ജ്ഞാനോത്പത്തി, അജ്ഞാനനാശം, മുക്തി എല്ലാം ഏകകാലത്തിൽ എന്ന് പറയും. പക്ഷെ ഇതെല്ലാം കാലാതിവർത്തിയാണ്. അവിടെ കാലവുമായിട്ട് ബന്ധമില്ല. എന്തുകൊണ്ട് ആത്മാവ് നിത്യമുക്തമാണ്? നിത്യമുക്തം എന്ന് പറയുമ്പോൾ ഭൂതത്തിൽ, നമ്മുടെ വർത്തമാനത്തിൽ, നമ്മുടെ ഭാവിയിൽ എല്ലാം മുക്തമാണ്. ഇവിടെ ഭൂതത്തിനോ ഭാവിക്കോ വർത്തമാനത്തിനോ യാതൊരു പ്രാധാന്യമില്ല.
ഭൂതത്തിനും ഭാവിക്കും ഇല്ലാത്ത ഒരു വിശേഷതയും വർത്തമാനത്തിനില്ല. അത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. വർത്തമാനത്തിലിരിക്കുന്നതാണ് മുക്തി എന്നൊക്കെ ചിലർ പറയും. ശുദ്ധാസംബന്ധമാണ്. അത് കാലവുമായിട്ടൊരു ബന്ധമില്ല. കാലം എന്ന് പറയുന്നതിന് എന്താ വ്യത്യാസം? ഇന്നലെ, ഇന്ന്, നാളെ എന്ന് പറയുന്ന മൂന്നും ഒരേ സ്വഭാവമാണ്. ഇനി ആർക്കും തന്നെ ഇന്നലെ, ഇന്ന് ഇതിനെ വിട്ടിട്ട് ഇന്നേക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം കാലം അനുസ്യൂതമാണ്. വേണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ മറന്നിരിക്കാം, അല്ലെങ്കിൽ മറന്നിരിക്കുന്നു എന്ന് അഭിനയിക്കാം. കാരണം ഇന്നലെയുടെ തുടർച്ചയായിട്ട് ഇന്നിനിങ്ങോട്ട് കടന്നു വരാൻ പറ്റും. അല്ലാതെ ഇന്നലെയുമായി ഒരു ബന്ധമില്ലാതെ ഇന്നിനിങ്ങനെ പെട്ടെന്ന് പൊട്ടി വികസിച്ച് വരാൻ ഒക്കത്തില്ല. കാലം ഒരു ഒഴുക്കാണ്. അതിങ്ങനെ ചേർന്നേ നിൽക്കും, ഇല്ലെങ്കിൽ കാലമില്ല. ചിലർ പറയും ഭൂതത്തെക്കുറിച്ചൊരു ചിന്തയില്ല, ഭാവിയെക്കുറിച്ചൊരു സങ്കല്പമില്ല. അങ്ങനെയാണ്. ഇതൊരു ആലങ്കാരികമായ ഒരു പ്രയോഗം മാത്രമാണ്. കാലം എപ്പോഴും അങ്ങനെ നിൽക്കുമില്ലെങ്കിൽ കാലമില്ല. കാരണം അത് അനുസ്യൂതമായൊരു പ്രവാഹം. അതുകൊണ്ട് ഏകകാലം, സമകാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ലോകദൃഷ്ടി പറയുന്നതാണ്. വർത്തമാനത്തിൽ എന്ന് പറയുന്നത് ലോകദൃഷ്ടിയിലാണ്. തത്വദൃഷ്ടിയിലാണെങ്കിൽ ഇതെല്ലാം കാലാതീതമായി സംഭവിക്കുന്നു. എന്തുകൊണ്ട്? കാലം അജ്ഞാന സൃഷ്ടിയാണ്. അതാണ് കാലത്തെ സൃഷ്ടിച്ചത്. മായ ഉള്ളിടത്തേ കാലമുള്ളൂ. അല്ലെങ്കിൽ കാലം എങ്ങനെ ഉണ്ടാവും? മായയുടെ പ്രത്യക്ഷമായ രൂപമാണ് കാലം. അല്ലെങ്കിൽ അജ്ഞാനത്തിന്റെ പ്രകടമായ രൂപമാണ് കാലം. ആ കാലത്തെ നിരാകരിച്ചുകൊണ്ടാണ് ഈ വെളിച്ചം വരുന്നത്. അജ്ഞാനത്തെ നിഷേധിച്ചാൽ അജ്ഞാന കാര്യങ്ങളെയും നിഷേധിക്കും. അപ്പോൾ ആ ബോധം അവിടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. പിന്നെ അജ്ഞാനനാശം എന്ന് പറയുന്ന ഒന്ന് പ്രത്യേകിച്ച് അവിടെ ശേഷിക്കുന്നില്ല. അത് ആത്മസ്വരൂപം തന്നെ. അഗ്നിയുടെ പ്രകാശം, അത് അഗ്നി തന്നെയാണ്. സൂര്യന്റെ പ്രകാശം സൂര്യനാണ്, അല്ലാതെ മറ്റെന്താണ്? അങ്ങനെ സൂര്യനല്ലാതെ വേറെന്തെങ്കിലും പേര് പറഞ്ഞു വിളിക്കാൻ പറ്റും? സൂര്യനെ തന്നെയാണ് സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്നത്. ആത്മാവിനെ തന്നെയാണ് ആത്മബോധം എന്ന് പറയുന്നത്. ആത്മാവും ആത്മബോധവും രണ്ടല്ല, അതൊന്നാണ്. അതൊന്നാണെങ്കിൽ അത് തന്നെയാണ് നിത്യമുക്തമായിരിക്കുന്നത്. അപ്പൊ ഇവിടെ ദേവതകൾക്ക് എവിടെയാ ഇടപെടാൻ? ഇതെല്ലാം ഏകകാലത്തിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ കാലാതീതമായി സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദേവതകൾക്കൊന്നും ഒരു സ്ഥാനമില്ല. അത് തന്നെ ദേവതയുടെ സ്വരൂപവും അത് തന്നെ. ദേവതയുടെ പരമാർത്ഥ സ്വരൂപം ഇതാണ്. പക്ഷെ ദേവതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ലൗകിക ദൃഷ്ടിയിൽ നമ്മൾ ശീലിച്ചു. ദേവതയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പരമാർത്ഥത്തെയും ബോധിപ്പിക്കും. അങ്ങനെ അല്ലാതെ ഒരിടത്തും ഉപാസനയ്ക്ക് വേണ്ടി ദേവതകളെ നിർദ്ദേശിക്കാറില്ല ഒരു ശാസ്ത്രത്തിൽ. എവിടെ ഉപാസന പറയുന്നു അവിടെയെല്ലാം ദേവതയുടെ പരമാർത്ഥ സ്വരൂപത്തെ കാണിച്ചു തരാൻ വേണ്ടിയായിരിക്കും പറയുന്നത്. ബാക്കിയെല്ലാം വരും ലോകദൃഷ്ടിയിൽ ആലങ്കാരികമായി ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി പറയുന്നതാണ്. ലളിതാ സഹസ്രനാമം എത്രയോ കാലം കൊണ്ട് ചൊല്ലുന്നുണ്ട്. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ തത്വമർത്ഥസ്വരൂപിണി എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? തത്വമസി കുറിച്ച് ചിന്തിച്ചതിന് ശേഷം ചിന്തിച്ചിട്ടുണ്ടോ തത്വമർത്ഥസ്വരൂപിണി എന്ന് ചൊല്ലുന്നതാണ്. അത് എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ ഇപ്പൊ തലയിൽ കൈവയ്ക്കും, ചൊറിയും. അത് എവിടെയുള്ളത്, എവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും.
കാരണം കൂട്ടത്തിൽ പാട്ടാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ തത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. തത്വമസി എന്നുള്ളതാണത്. അതാണ് ദേവത എന്ന് പറയുന്നത്. പക്ഷെ മനസ്സെവിടെയിരിക്കും? ബഹിർമുഖമായി മറ്റ് അലങ്കാരങ്ങളിലും മറ്റ് വിശേഷങ്ങളിലാണ്. 999 വിശേഷണങ്ങളിലും മനസ്സ് പോയാലും ഇതിന് പോകത്തില്ല. 1000ാമത്താണ്. അതിന് മനസ്സ് നിൽക്കത്തില്ല. മറ്റതിന് മനസ്സ് നിൽക്കും. മനസ്സിന്റെ സ്വഭാവം. പക്ഷെ ഈ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. പിന്നെ വെറുതെ അർത്ഥശൂന്യമായി ഇതൊക്കെ ചൊല്ലും. വേറൊരുദാഹരണം പറഞ്ഞു. അഹമിത്യേവ വിഭാവയേ ഭവാനിയും. ആരെങ്കിലും അങ്ങനെ വിഭാവന ചെയ്യാറുണ്ടോ? ഭവാനി താനാണ്. അതിനുള്ള ധൈര്യം ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? വെറുതെ ഒരു പാട്ട് പാടി ഉറങ്ങാൻ കൊള്ളാം. എന്താ അതിന്റെ താല്പര്യം? അതാണ് ഇവിടെ പറയുന്നത്. അത് ആത്മത്വമേവ, ദേവതയുടെ സ്വരൂപം അതാണോ? അതാണ് ദേവതയുടെ പരമാർത്ഥ സ്വരൂപം. അത് താനാണെന്ന് ധ്യാനിക്കാനാണ് ഉപാസന. ഇവിടെ അടുത്ത് പറയും ആത്മാസ്വരൂപം ധ്യേയം. ഉപാസകന്മാരെ സംബന്ധിച്ചിടത്തോളം ആ സ്വരൂപം ധ്യാനിക്കാം. ഇങ്ങനെ ധ്യാനിക്കാം. അഹമിത്യേവ വിഭാവയെ ഭവാനി എന്ന് ധ്യാനിക്കാം. പക്ഷെ അവിടെ ധ്യാനം വരത്തില്ല, പാട്ട് വരും. ഉപാസനയുടെ താല്പര്യം അത് തന്നെയാണ്. ആത്മഭാവന എത്താൻ വേണ്ടിയിട്ടാണ് ഉപാസന. അതുകൊണ്ടാണ് സുരേശ്വരാചാര്യർ പറഞ്ഞത് ഉപാസന വിടേണ്ട കാര്യമില്ല. തത്വമസി ശ്രവിച്ചു എന്ന് വെച്ച് ഉപാസന വിടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ആരോ ചോദിച്ചല്ലോ, ഇനി ഇതൊക്കെ ആവശ്യമുണ്ടോ? ഈ തുടരുന്ന രീതിയിൽ ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം അവരവർ തീരുമാനിക്കുന്നു. പക്ഷേ എന്തിനാണോ അത് ആചാര്യന്മാർ ഉദ്ദേശിച്ചത് ആ രീതിയിൽ അതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ വെളിപ്പെടുന്ന തത്വം അത് തന്റെ സ്വരൂപമല്ല, ദേവതയുടെ സ്വരൂപമാണ്. അവിടെ താൻ ദേവത എന്നുള്ള ഭേദമില്ല. അതുകൊണ്ട് തന്നെ ദേവത അവിടെ വിഘ്നത്തെ ഉണ്ടാക്കുന്നില്ല. ആ നിലയിൽ പ്രത്യേകിച്ച് ദേവതയ്ക്ക് അനുഗ്രഹിക്കാനും ഒന്നുമില്ല. അനുഗ്രഹിക്കാനും വേറെ അന്യമായ ദേവതയില്ലല്ലോ. അതുകൊണ്ട് തത്രന ദേവാന വിഘ്നകരണി സാമർഥ്യം. ദേവന്മാർക്ക് അവിടെ വിഘ്നത്തെ ഒന്നും ഉണ്ടാക്കാൻ കഴിയത്തില്ല. കസ്മാ വിദ്യാകാല അനന്തരിതത്വാ ബ്രഹ്മപ്രാപ്തി ഫലസ്യ. വിദ്യാകാലം ഒന്നാണ്. അതായത് ബോധമുണ്ടാകുന്ന ഒരു സമയത്ത്, മോക്ഷമുണ്ടാക്കുന്നത് മറ്റൊരു കാലത്തിൽ. അങ്ങനെയില്ല. കാല അനന്തരിതം എന്നാണ് പറഞ്ഞത്. അവിടെ ഏകകാലമൊന്നും പറഞ്ഞില്ല. മറ്റൊരു കാലത്തിൽ എന്ന് പറയാനില്ല. ബ്രഹ്മപ്രാപ്തി ഫലം എന്നുവെച്ചാൽ മോക്ഷം എന്നുവെച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇതെല്ലാം ഒരു കാലത്തിൽ സംഭവിക്കുന്നു എന്ന് പറയും. ആത്മബോധം, അജ്ഞാനനാശം, മോക്ഷം, ഇതെല്ലാം ഒരു കാലത്ത് സംഭവിക്കുന്നു. എന്തുകൊണ്ട്? ഇത് വസ്തു ഒന്നാണ്. അതുകൊണ്ട് ഏകവസ്തുവാണ്. അപ്പോൾ അവിടെ മറ്റാർക്കും ഇടപെടാൻ അവസരമില്ല. കഥം അതിന് ഉദാഹരണം പറയും. നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെ. യഥാലോകേ ദ്രഷ്ടു ചക്ഷുഷാലോകേന സംയോഗോ യത്കാല തത്കാല ഏവ രൂപാഭിവ്യക്തി. മനസ്സിലാകാമെന്നുള്ള ഭാഷയിൽ പറഞ്ഞു തരും. കണ്ണ് വെളിച്ചവുമായിട്ട് കൂട്ടിമുട്ടി. ദ്രഷ്ടു ചക്ഷുഷാലോകേന സംയോഗം. മുമ്പിലിരിക്കുന്ന പുസ്തകം, അതിനെ കാണുന്ന ഒരുവൻ.
അവന്റെ കണ്ണും ആ വെളിച്ചവുമായിട്ട് കൂട്ടിമുട്ടി. യത്കാല, എപ്പോഴാണോ അത് സംഭവിച്ചത്, തത്കാലേവ രൂപാഭിവ്യക്തി, ആ സമയത്തിന് പുസ്തകത്തെ കാണുന്നു അവൻ. എന്ന് ഒരേ കാലത്ത് സംഭവിക്കുന്നു. ജ്ഞാനം വസ്തുതന്ത്രമാണ്. ഇവിടെ വസ്തുതന്ത്രമായി സംഭവിക്കുന്നു. അവിടെ എനിക്ക് പുസ്തകത്തിന്റെ അറിവുണ്ടാകണമെന്ന് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. ഈ പുസ്തകത്തിന്റെ അറിവുണ്ടാകുന്നതിന് വേണ്ടി താൻ എന്തെങ്കിലും ഒരു യത്നം തന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ഇത് സംഭവിക്കുന്നത്, ചക്ഷുരേന്ദ്രിയവും വെളിച്ചവുമായി സന്ധിക്കുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. ആ വെളിച്ചത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വെളിച്ചത്തിലുള്ള വസ്തുവിനെക്കുറിച്ചോ എന്തായാലും രൂപാഭിവ്യക്തി, ആ വസ്തുവിന്റെ വെളിച്ചത്തിന്റെ അറിവുമാണ്. അഭിവ്യക്തി, പ്രകാശം ഉണ്ടാകും. അവിടെ മറ്റൊന്നും ഈ ഒരു കാര്യമല്ല. ഇന്ദ്രിയവും വിഷയവും തമ്മിലുള്ള ബന്ധം എന്നുള്ളതല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല. അതിന് കാലതാമസവുമില്ല. യഥാലോകേ ദൃഷ്ടഹു ചക്ഷുഷാലോകേന സംയോഗോ യേത്കാലഃ തത്കാലേവ രൂപാഭിവ്യക്തി ഏവം ആത്മവിഷയം വിജ്ഞാനം യത്കാലം തത്കാലേവ തദ്വിഷയ ജ്ഞാനത്തിരോഭാവോ സ്യാത്. അതുകൊണ്ട് ആത്മവിഷയ വിജ്ഞാനം, അത് ആത്മവിഷയം ആകുന്നെങ്ങനെ, അത് വിജ്ഞാനം അങ്ങനെ സംഭവിക്കും. ഇതിനെല്ലാം സമാധാനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ആ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ആത്മബോധം യത്കാലം തത്കാലൈവ, ആ കാലത്തിൽ തന്നെ തദ്വിഷയ അജ്ഞാനം, പ്രത്യേക അജ്ഞാനം, തന്നെക്കുറിച്ച് എപ്പോഴാണോ ബോധം ഉണ്ടാകുന്നത് ആ സമയം തന്നെ തന്നെക്കുറിച്ചുള്ള അജ്ഞാനം മാറുന്നു. തിരോഭാവസ്യ, ആ സമയം തന്നെയാണ് മുക്തി. മുക്തിക്ക് കാലതാമസമില്ല. ആ സമയം തന്നെ ഇതെല്ലാം ഒന്ന് തന്നെ ഒരുമിച്ച് തന്നെ സംഭവിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് സംശയങ്ങൾ വരും. പിന്നെ ജ്ഞാനികൾ രാഗദ്വേഷങ്ങളാണെന്ന്, പ്രാരബ്ധമുണ്ടല്ലോ, വ്യവഹാരമുണ്ടല്ലോ, ദുഃഖം അനുഭവിക്കുന്നുണ്ടല്ലോ, അതിനുള്ള സമാധാനം ഇനി ഭാഷ്യകാരൻ പറയും. മുമ്പ് പറഞ്ഞ സമാധാനങ്ങൾ തന്നെ ചോദ്യം ചോദിക്കുന്നത് മറന്നിട്ടാണ്. അതിന് സമാധാനം പറഞ്ഞോളൂ. അതിപ്പോൾ പറയുന്നതാണ് ജ്ഞാനം, അജ്ഞാനം, മുക്തി, ഇതെല്ലാം ഏകകാലത്തിൽ സംഭവിക്കുന്നു. ഇത് ഏകമാണ്, അദ്വയമാണ്. അതുകൊണ്ട് ഇവിടെ ദേവതകൾ ഇതിന് വിഘ്നത്തെ ഉണ്ടാക്കുന്നില്ല.